अनपेक्षा शुचिर्दक्षा उदासीनो गतव्यतः सर्वारंभ परित्यागी यो मद्भक्त സമേ പ്രിയഃ. ഭഗവാന്റെ അടുത്തേക്ക് അടുക്കാനുള്ള ഉപാധികളാണ് ഈ ഭഗവത്ഗീത ശ്ലോകം പറഞ്ഞു വരുന്നത്. ഇതിനു മുമ്പുള്ള സീരീസിൽ നമ്മൾ കേട്ടത് അനപേക്ഷ, ശുചി, ദക്ഷത, ഉദാസീനത, ഈ കണ്ടീഷൻസാണ്. ഇനി അവസാനത്തത് സർവാരംഭ പരിത്യാഗി എന്നുള്ള അവസാനത്തെ കണ്ടീഷൻ. സർവാരംഭ പരിത്യാഗി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ എപ്പോഴും പറയും കർത്തൃത്വം എന്നുള്ള ഭാവം. കർത്തൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത് ഞാനാണ് എന്നുള്ളൊരു ഭാവം. ഈ ചെയ്യുന്നത് ഞാനല്ല, ഞാൻ ഭഗവാന്റെ കരാരവിന്ദത്തിൽ ഒരു നിമിത്തം മാത്രമാണ്. ഭഗവത്ഗീതാ ശ്ലോകത്തിൽ നിമിത്ത മാത്രം ഭവസവ്യസാച്ചി, ഒരു നിമിത്തം മാത്രമാകട്ടെ എന്നുള്ള കൃഷ്ണൻ പറഞ്ഞു കൊടുക്കാണ് ഭഗവാന്റെ അടുത്ത്, അർജുനൻ്റെ അടുത്ത് ഒരു നിമിത്തം മാത്രമാവൂ, ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാകൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു നിമിത്തം മാത്രമായി പ്രവർത്തിക്കുക. എന്ത് ഒരു സത്കാര്യം ചെയ്താലും, സാധന ചെയ്താലും, എന്ത് പ്രവൃത്തി ചെയ്താലും ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്, ഭഗവാന്റെ കരാരവിന്ദത്തിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്, ചെയ്യുന്നത് മുഴുവൻ ഭഗവാനാണ് എന്നുള്ള ഭാവത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് സർവാരംഭ പരിത്യാഗി. ഭഗവാൻ ഒരു ഇരിക്കുന്ന സമയത്ത് ഭഗവാന്റെ നേരെ മുകളിലുള്ള മേൽക്കൂരയിൽ നിന്ന് ഒരു പക്ഷി ഉണ്ടായിരുന്നു, ചെറിയൊരു പക്ഷി. അതിങ്ങനെ കൂടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുന്ന ഒരു ചെറിയൊരു കഷ്ണം ഒരു വടി ഇങ്ങനെ താഴോട്ട് വീണു. അത് ഭഗവാന്റെ പാതാരബന്ധത്തിന് തൊട്ട് മുമ്പാണ് വീണത്. ഭഗവാന്റെ ചുറ്റും കുറച്ച് വിദ്യാർത്ഥികൾ ഇരിക്കുന്നുണ്ട്. അവരത് എടുത്തു മാറ്റണോ ഇല്ലയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ശങ്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാമി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഏത് പക്ഷിയുടെ കൊക്കുന്നാണോ അത് വീണത്, അത് തന്നെ പറന്ന് താഴെ വന്നത് എടുത്തുകൊണ്ട് പോയി. ആ ചെറിയൊരു കഷ്ണം വടി എടുത്തുകൊണ്ട് പോയി. ഇത് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഇതിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾ ഭഗവാന്റെ പ്രവൃത്തി ചെയ്തില്ലെങ്കിലും ഭഗവാൻ വേറൊരാളെ കൊണ്ട് ചെറിയ പക്ഷിയെ കൊണ്ട് ഭഗവാൻ അത് ചെയ്യിച്ചു. അപ്പോൾ ഭഗവാന് ആരെയും ആവശ്യമില്ല ഒരു പ്രവൃത്തി ചെയ്യാൻ. നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് ആക്കാണ് ഭഗവാൻ. നമുക്ക് തന്നെ ചിത്തശുദ്ധി പകർന്നു തരാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വഴിയൊരുക്കി തരാണ് ഭഗവാൻ. അപ്പോൾ എന്താ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് ഭഗവാനാണ്, നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ് എന്നുള്ള ഭാവത്തോടെ ജീവിക്കുക. അതാണ് സർവാരംഭ പരിത്യാഗി. ആ ഒരു ഭാവത്തിൽ നമുക്ക് ജീവിതത്തിൽ ഓരോ പ്രവൃത്തിയും ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ മുഴുവൻ ഭഗവാന്റെ പാതാരബന്ധത്തിൽ സമർപ്പിക്കുകയാണ്. ജയ് സായിറാം.